ചതിയുടെയും കാലുമാറ്റത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും ഇടമാണ് കേരള പൊളിറ്റിക്സ്. ആ ചതിയുടെ കഥ വെച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത്. ആ ചതിയുടെ ഒരു തിക്തഫലമാണ് ഇന്ന് നിലമ്പൂരിൽ ഒരു ഇലക്ഷനായി വന്നു നിൽക്കുന്നത്. ഈ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചേറെ ചരിത്രം പുറകിലോട്ട് പോയി ഒരു ചതിയുടെയും ഒരു കൂറുമാറ്റത്തിന്റെയും, ഒരു കോൺഗ്രസ് DCC പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രിയാക്കി മാറ്റിയ ഒരു ചതിയുടെയും കൂടെ കഥയാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്. ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടെങ്കിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യമേ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ഈ വിഷയം ആരംഭിക്കുമ്പോൾ നമുക്ക് കുറച്ചേറെ പുറകിലേക്ക് സഞ്ചരിക്കണം. 1965 നിലമ്പൂരിൽ നിന്നും ഒരു പ്രഥമ MLA ഉണ്ടാവുന്നത്. ആ MLA പേര് കുഞ്ഞാലി എന്നായിരുന്നു. മഞ്ചേരി എന്ന് പറയുന്ന ഒരു നിയമസഭ രണ്ടായി മാറ്റിക്കൊണ്ട് ഈ പറയുന്ന നിലമ്പൂർ നിയമസഭ അന്ന് സ്ഥാപിക്കപ്പെട്ടു. അവിടെ നടന്ന ആദ്യ ഇലക്ഷനിലാണ് ഈ പറയുന്ന കുഞ്ഞാലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മത്സരിച്ച് അവിടെ വിജയിക്കുന്നത്. അന്ന് തോപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെയാണ്. തുടർന്ന് നടന്ന 1967 നടന്ന ഇലക്ഷനും ഇതേ കുഞ്ഞാലി തന്നെ ഈ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഒരു വെടിവെപ്പിൽ ആര്യാടൻ മുഹമ്മദും കൂടെ പ്രതി ചേർക്കപ്പെട്ട ഒരു കേസിൽ കുഞ്ഞാലി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ സഖാവ് മരണപ്പെട്ടു. പിൻകാലത്ത് ഈ കേസിൽ നിന്നും ആര്യാടനെ വെറുതെ വിടുകയും ഉണ്ടായി. ഇത് ചരിത്രം. ഈ ചരിത്രത്തിൽ നിന്നും ആരംഭിക്കുന്നു ചതിയുടെ ആദ്യത്തെ ഘട്ടം. ഈ കഥ നീണ്ടുവന്ന് 1980-കളായപ്പോൾ അന്ന് ഇന്ത്യ എമ്പാടും കോൺഗ്രസിൽ വലിയ കലഹം നടക്കുന്ന ഒരു സമയമാണ്. ആ കലഹത്തിന്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിൽ ആ കലഹത്തിലോട് ചേർന്ന് അന്ന് കോൺഗ്രസ് യു എന്ന് പറയുന്ന വിഭാഗത്തിലായിരുന്നു ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ്, AK ആന്റണി, ഉമ്മൻചാണ്ടി. ഇവർ പ്രബലരായിരുന്നു. അന്നും ബലം കൊണ്ട് ഇവർ ശക്തരായിരുന്നു കോൺഗ്രസിനുള്ളിൽ. അന്ന് ഇന്ദിരാ ചേരി എന്ന് പറഞ്ഞൊരു ചേരി കോൺഗ്രസിൽ രൂപപ്പെട്ടപ്പോൾ ഇവർ അതിൽ നിന്നും കോൺഗ്രസ് യു മാറി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇവർ ചേരുകയുണ്ടായി. അന്ന് നയനാർ മന്ത്രിസഭയിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ അന്ന് നയനാർ മന്ത്രിസഭയുടെ ഇലക്ഷൻ പാനലിൽ, ഇലക്ഷൻ കൂട്ടായ്മയിൽ അന്നുണ്ടായിരുന്നതും ഈ പറയുന്ന ടീമായിരുന്നു. കോൺഗ്രസിന്റെ പ്രബുലരായ മുൻനിരയിൽ ഇന്ന് നിൽക്കുന്ന ഈ നേതാക്കൾ അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോടൊപ്പം ചേർന്ന് അവരുടെ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഈ പറഞ്ഞ വർഷം തന്നെ C ഹരിദാസ് എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു അവിടെ MLA ഇലക്ഷന് ജയിച്ചത്. ഈ 1980 അന്ന് ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിൽ കോൺഗ്രസിൽ നിന്നും പടലയോടെ വന്ന ഈ പ്രമുഖ നേതാക്കൾക്ക് വേണ്ടി, എന്തിനു പറയുന്നു, ആര്യാടൻ മുഹമ്മദിന് വേണ്ടി അന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ MLA തെരഞ്ഞെടുക്ക C ഹരിദാസിനെ രാജിവെപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഇലക്ഷൻ നടക്കപ്പെടുന്നു. അന്ന് അവിടെ മുഴങ്ങിക്കെട്ടുന്ന പ്രചരണം എന്ന് പറയുന്നത് നയനാർ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ വേണോ അതോ ഒരു മുൻ മന്ത്രിയെ വേണോ എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രചരണായുധം. ആ പ്രചരണായുധം വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പിൻബലത്തോടു കൂടി കോൺഗ്രസ് യു ഗ്രൂപ്പ് കോൺഗ്രസിലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്നൊരു മത്സരത്തെ അവിടെ നേരിട്ടു. ആ മത്സരത്തിന്റെ അവസാന ബലം എന്ന രീതിയിൽ 17,841 വോട്ടുകൾക്ക് വലിയ മികച്ച ഭൂരിപക്ഷത്തിൽ അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഈ ആര്യാടൻ മുഹമ്മദ് അവിടെ പരാജയപ്പെടുത്തുകയുണ്ടായി. ആ പരാജയപ്പെടുത്തിയതിനു ശേഷം നയനാർ മന്ത്രിസഭയിൽ വനം തൊഴിൽ വകുപ്പുകളുടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആര്യാടൻ മുഹമ്മദും നയനാർ മന്ത്രിസഭയുടെ, അതായത് ഒരു ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ DCC പ്രസിഡന്റായിട്ട് 34-ാമത്തെ വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദ്. ആ ആര്യാടൻ മുഹമ്മദാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഒരു മന്ത്രിയായിട്ട് ഈ പറയുന്ന 1980-കളിൽ അധികാരത്തിലേറുന്നത്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദിനെതിരെ ആ കാലയളവ് മൊത്തം 1968 കുഞ്ഞാലി മരണം മുതൽ 1980 വരെ സംശയ നിഴലിലും പ്രതിസ്ഥാനത്തും ചേർക്കപ്പെട്ട ആര്യാടൻ മുഹമ്മദിനെതിരെ അതിശക്തമായ സമര പരമ്പരകളുമായി നിന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. പക്ഷേ ആ നിമിഷം എത്തിയപ്പോഴേക്കും അതെല്ലാം മറന്നു. അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് ചതിയുടെയും കാലുമാറ്റത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും രാഷ്ട്രീയമാണ്. ഇവിടെ അടിമയായി മാറുന്നത് ഒരു കൂട്ടം പ്രവർത്തകർ മാത്രമാണ്. നേതാക്കൾ നാളെ തോളോട് തോൾ ചേർന്ന് ഒരു കൈയിട്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണ് ഇവരുടെ ആദർശവും ഇവരുടെ രാഷ്ട്രീയവും എന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഇന്നും സൈബർ ഇടങ്ങളിൽ കൊത്തിവലിക്കുന്ന രാഷ്ട്രീയ ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോ ഈ വിഷയം ഊന്നുന്നത് മറ്റൊരു ദിശയിലേക്കാണ് ഇതിന്റെ കാഴ്ചയും ഇതിന്റെ കാഴ്ചപ്പാടും പോയത്. അങ്ങോട്ട് കുറച്ചുനാൾ ഈ നയനാർ മന്ത്രിസഭ
സുഗമമായി പോയി എങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞ പടല പിണക്കത്തോടുകൂടി ഈ കോൺഗ്രസ് യു ഗ്രൂപ്പ് അവരുടെ പിന്തുണ പിൻവലിക്കുകയും നയനാർ മന്ത്രിസഭ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ വീഴുകയുമുണ്ടായി. അങ്ങനെ കാലുമാറി അതായത് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, കാലുമാറ്റത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും ചതിയുടെയും വലിയൊരു പ്രതീകമായിട്ടാണ് നമുക്ക് നിലമ്പൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ കാലുമാറി ഈ പറയുന്ന നയനാർ മന്ത്രിസഭ താഴെ വീണപ്പോൾ അതിനൊരു മറുപടി എന്ന രീതിയിൽ 1982 പിന്നെയും ഒരു ചതി നടന്നു, പിന്നെയും ഒരു കൂറുമാറ്റം നടന്നു നിലമ്പൂർ രാഷ്ട്രീയത്തിൽ. അതും ഇന്ന് ചരിത്രത്തിൽ എഴുതിപ്പെട്ടതും രേഖപ്പെടുത്തുന്നതുമായ ഒരു വിഷയമാണ്. തുടർന്ന് 1982 മലപ്പുറം പിന്നെയും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കേരളമെമ്പാടും അഭിമുഖീകരിക്കുന്നതിന്റെ കൂട്ടമായി നിലമ്പൂരും അതിൽ പങ്കാളിയായി. ആ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചതിയുടെ ഒരു കഥ അവിടെ രചിക്കപ്പെട്ടു. അന്ന് നടന്നത്, അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്ന ഒരു വിഷയത്തിന്മേൽ ടി കെ ഹംസ എന്ന കോൺഗ്രസിന്റെ പ്രബലനായ ഒരു നേതാവായിരുന്നു. അവരുടെ ഇടയിൽ വളരെ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു നേതാവും കൂടിയായിരുന്നു ടി കെ ഹംസ. മലപ്പുറം രാഷ്ട്രീയത്തിൽ വളരെ സുപ്രധാനമായ പങ്കുകളാണ് അന്ന് ടി കെ ഹംസ കോൺഗ്രസിന് വേണ്ടി നടത്തിയിരുന്നത്. DCC പ്രസിഡന്റ് വരെ ആയിരുന്ന ടി കെ ഹംസയെ അവിടെ നടന്ന ഒരു സ്ഥാനാർത്ഥി ചർച്ചയിൽ നിലമ്പൂർ സീറ്റ് നിഷേധിക്കുന്ന സമയത്ത് സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ടി കെ ഹംസയെ സമീപിക്കുകയും ടി കെ ഹംസയ്ക്ക് നിലമ്പൂരിൽ ഒരു സീറ്റ് ഓഫർ ചെയ്യുകയും ചെയ്തു. അന്ന് ടി കെ ഹംസ അവിടെ നേരിട്ടത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കിപ്പോയ ആര്യാടൻ മുഹമ്മദിനെയാണ്. പക്ഷെ അന്ന് അവിടെ അതിശക്തമായ മത്സരമാണ് നടന്നത്. കോൺഗ്രസിലേക്ക് ലയിച്ച ആര്യാടൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അന്ന് അവിടെ പ്രചരണത്തിന് ഇന്ദിരാഗാന്ധി പോലും ഈ പറയുന്ന ശക്തിയായി നിന്ന അന്ന് ധീരമായ നിലപാടുകളെടുത്ത് ധീരയായി നിന്നിരുന്ന ഒരു കോൺഗ്രസിന്റെ വലിയ ശക്തിയായ ഒരു നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി പോലും നിലമ്പൂരെത്തി പ്രചരണത്തിന് ഇറങ്ങിയിട്ട് പോലും അന്ന് ടി കെ ഹംസയ്ക്ക് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ കൊടുക്കുവാനും സാധിച്ചു. അന്ന് വന്ന റിസൾട്ടിൽ 1586 വോട്ടുകൾക്ക് ടി കെ ഹംസ ആര്യാടൻ മുഹമ്മദിനെ അവിടെ പരാജയപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ ഒരു ചരിത്രം കൂടി ഈ പറയുന്ന നിലമ്പൂർ രാഷ്ട്രീയത്തിലുണ്ട്, നിലമ്പൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചതിയുടെയും കാലുമാറ്റത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും രാഷ്ട്രീയമാണ്. അതേ രാഷ്ട്രീയം തന്നെയാണ് ഇന്നും നിലമ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന അൻവർ അവിടെ അവരുടെ ഇടയിൽ ഉണ്ടായ പിണക്കങ്ങൾ മൂലം ഒരു പിണറായി സത്തിനെ എതിർത്തുകൊണ്ട് പുറത്തു വന്ന് ഇപ്പോൾ രണ്ട് ചേരിക്കുമെതിരെ, അതായത് അവിടെ നിന്നും പിണറായി സത്തിനെതിരെയാണ് അൻവർ പുറത്തിറങ്ങിയതെങ്കിൽ ഇന്ന് മത്സരത്തിന്റെ ഗതി ഒന്നാകെ മാറി അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിന്റെ റിസൾട്ടുകളും അതിന്റെ ഫലപ്രഖ്യാപനത്തിനും വേണ്ടി നമ്മൾ മലയാളികൾ എല്ലാവരും നിലമ്പൂരിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുന്നുമുണ്ട്, രാഷ്ട്രീയ ബോധമുള്ളവർ. പക്ഷെ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും നേതാക്കൾക്ക് മാറുവാനും എപ്പോ വേണമെങ്കിലും ചതിക്കപ്പെടുവാനുമുള്ള ഒരിടം തന്നെയാണ്. അതിന്റെ കറക്റ്റ് തെളിവുകളാണ് നമ്മൾ ചരിത്രത്തിൽ ഈ പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ വളരെ ഹൈ ലെവലിൽ നിന്ന നേതാക്കൾ പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രിസഭകളിൽ പോലും വന്നിട്ടുണ്ട് എന്ന ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നടന്നത് കൂറുമാറ്റത്തിന്റെയും കൊടിയ ചതിയുടെയും ഒരു ചരിത്രമാണ്. അപ്പൊ മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു.